അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, റബ്ബിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ബുസ്താനുൽ ഉലൂം സമ്മേളനം ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ പല നിലക്കും ചർച്ചയായി കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ സെൻസേഷണൽ എന്ന് പറയാൻ കഴിയുന്ന വൈകാരിക തലം ഉൾക്കൊള്ളുന്ന ചില ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഇന്നലകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബുസ്താനുൽ ഉലൂം എന്ന മഹത്തായ സ്ഥാപനം അതിൻ്റെ നിലപാട് എന്ത് എന്നുള്ളത് വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം വ്യക്തമാണ്. ഇത് വലിയ ഒരു സ്ഥാപനമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിനും ഇതിലുള്ള ആളുകൾക്കും ഇതിൻ്റെ സാരഥികൾക്കും ബാധ്യതയുള്ളത് ഒന്നാമതായി റബ്ബിനോടാണ്, പിന്നെ റസൂലിനോടാണ്, അള്ളാഹുവിൻ്റെ ദീനിനോടാണ്. അതിനപ്പുറം ഒരാളോടും ഒരു ബാധ്യതയും ഈ സ്ഥാപനത്തിനില്ല, ഇതിൻ്റെ സാരഥികൾക്കില്ല. റബ്ബും റസൂലും ദീനും അല്ലാതെ മറ്റൊരു ബാധ്യതയും മറ്റൊരാളോടുമുള്ള ബാധ്യതയും ഈ സ്ഥാപനത്തിന് നിർവഹിക്കാനില്ല. ഇന്നലെ ഈ എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങൾ അവരാ മഹത്തായ സമ്മേളനത്തിൽ പങ്കെടുത്തവരാണ്, അത് കണ്ടവരാണ്. ഈ ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ഭിന്നശേഷി വിദ്യാലയങ്ങളിൽ നിന്നുള്ള മക്കൾ, അവരെ കണ്ടു കരഞ്ഞവരാണ് നമ്മിൽ പല ആളുകളും. അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കണ്ടവരാണ് നമ്മളെല്ലാവരും. നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് അവരെ ക്ഷണിച്ചത് അവർക്കൊരു ചെറിയ ഗിഫ്റ്റ് നൽകി നമ്മുടെ കുട്ടികളോടൊപ്പം അവരെ ചേർത്തുരുത്തി. നിങ്ങൾ ഒറ്റക്കല്ല, നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന വലിയൊരു സന്ദേശം കൈമാറാൻ വേണ്ടിയാണ് നമ്മുടെ ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ മാനേജ്മെൻറ്റുകളുടെ കീഴിലുള്ള ഭിന്നശേഷി വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും ഒന്നിച്ചു ചേർന്നിരുന്നു. നിങ്ങളാണ് അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തത്. അവരിൽ പല മക്കൾക്കും ഭക്ഷണം വാരിക്കൊടുത്തത് നിങ്ങളാണ്. അവരോടൊപ്പം വൈകുന്നേരം വരെ നമ്മൾ ചെലവഴിച്ചു. ഈ സ്ഥാപനത്തിലേക്ക് മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് ഇത്തരം വിദ്യാർത്ഥികൾ അവർക്ക് വേണ്ടി ഒരു സമ്മേളനം സംഘടിപ്പിച്ച് ക്ഷണിച്ചപ്പോൾ സ്വാഭാവികമായും ഇത് ബുസ്താനുൽ ഉലൂമിൻ്റെ ക്യാമ്പസാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരോട് ചില നിർദ്ദേശങ്ങൾ നമ്മൾ വെച്ചിരുന്നു. കാരണം അവർ നമ്മളോട് ആവശ്യപ്പെട്ട ചില പ്രോഗ്രാമുകൾ, കാരണം ഇത്തരം ഭിന്നശേഷി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ആ ഭിന്നശേഷിക്കാരായ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇണങ്ങുന്ന ചില പരിപാടികൾ, പ്രോഗ്രാമുകൾ അവർ സംഘടിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് പറ്റുന്നതും പറ്റാത്തതുമുണ്ട്. നമ്മളതിന് ഒരു നിർദ്ദേശം കൃത്യമായി അവരോട് നൽകിയിരുന്നു. ആ നിർദ്ദേശങ്ങളിൽ ഒന്ന്, സ്വാഭാവികമായും ഇത്തരം സദസ്സുകളിൽ വലിയ മ്യൂസിക്കുകളും ഡാൻസുകളും പാട്ടുകളുമൊക്കെ അവർ നടത്താറുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ഈ ബുസ്താനുൽ ഉലൂം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അത്തരമൊരു ഒരു വലിയ ഇൻസ്ട്രുമെൻറ്റ്സ് മ്യൂസിക്കൊക്കെ ഉപയോഗിച്ച് വലിയ ഡാൻസോ പാട്ടോ കൂത്തോ നടത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരോട് നമ്മൾ പറഞ്ഞിരുന്നു അത്തരം പരിപാടികൾ ഒഴിവാക്കണം. അവരതിനെ സമ്മതിച്ചു. ആരും അതിന് വിയോജിപ്പ് പറഞ്ഞില്ല. കാരണം ഇത് ബുസ്താനാണ്, ഇതെല്ലാവർക്കും അറിയാം. പക്ഷെ കൂട്ടത്തിൽ ചില ആളുകൾ ചില ടാബ്ലോ പോലെയുള്ള പരിപാടികളുണ്ട്, പ്രശ്നമൊന്നുമില്ല, മ്യൂസിക്കൊന്നും ഇല്ലാത്ത ചില പരിപാടികൾ അവതരിപ്പിക്കും എന്നുള്ളത് അവർ പറയുകയും അതിനവർ ഒരുങ്ങി വരികയും ചെയ്തു. നമുക്കറിയാം, നോർമലായി വന്ന ആളുകളാണ്. അതിൽ അംബേദ്കർ ഉണ്ട്, ഗാന്ധിജിയുണ്ട്, മതസൗഹാർദ്ദം കാണിക്കാൻ ഹാജിയാരുണ്ട്, അക്കൂട്ടത്തിലൊരു പൂജാരിയോ ആരൊക്കെയോ പിന്നെ കയറി വരുന്നതാണ് നമ്മൾ കണ്ടത്. സ്വാഭാവികമായും അപ്പോൾ തന്നെ നമ്മുടെ നിർദ്ദേശങ്ങൾ ആ കുട്ടികളുമായി വന്ന ആളുകൾക്ക് നൽകി. അവരുടെ അധ്യാപകർ തന്നെയാണ് ഇവിടെ നിന്നുകൊണ്ട് അനൗൺസ്മെൻറ്റ് ചെയ്തത്. ചില ആളുകൾ ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്.
ബുസ്താനുൽ ഉലൂമിൽ എന്തോ പരിപാടി നടത്തി, നമ്മളിങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തു, പൂജാരി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ പൂജാരി വന്നു. ഇതൊന്നും നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്തതല്ല. ആ കുട്ടികളുമായി വ്യത്യസ്ത മാനേജ്മെൻറ്റുകളായ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുണ്ട്, മറ്റു മാനേജ്മെൻറ്റുകളുണ്ട്. അവരുടെ കീഴിൽ നടത്തപ്പെടുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് വന്ന കുട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായും അവരോട് നമ്മുടേതായ പോളിസികൾ പറയുകയും അതിൽ ചില ആളുകൾക്ക് ദേഷ്യം വരികയും അവർ കോപിക്കുകയും ഒക്കെ ചെയ്തു. എങ്കിലും അവർ നമ്മളോട് പൂർണ്ണമായി സഹകരിച്ചു. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ആ മക്കളെ വിഷമിപ്പിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യാതെ വളരെ സന്തോഷത്തോടെ അവർക്ക് നമ്മൾ നൽകാൻ ഉദ്ദേശിച്ചത് നൽകി മടക്കി വിടുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതിൽ നമ്മുടേതായ കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അവർ പലതും അംഗീകരിച്ചു. മാത്രമല്ല ചില സംഗതികൾ അത് കൈവിട്ട നിലയിൽ അല്ലെങ്കിൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത രൂപത്തിൽ അവരിന്ന് പ്രകടമായപ്പോൾ സ്വാഭാവികമായും അവരെ കൊണ്ടുവന്ന ആളുകളോട് നിർദ്ദേശിക്കുകയും മാന്യമായി തന്നെ അവരതിനോട് പ്രതികരിക്കുകയും ചില ആളുകൾ ചില പ്രയാസങ്ങളൊക്കെ ഇപ്പോൾ ഒരു സിസ്റ്റർ എന്നോട് ഇവിടെ വെച്ചുകൊണ്ട് കുറൽപ്പം ഉച്ചത്തിൽ അവർ സംസാരിച്ചു. കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇങ്ങനെയാണ്, കുട്ടികളുടെ പരിപാടികൾ ആണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമുള്ളതെന്ന രൂപത്തിൽ കുറച്ച് ഉച്ചത്തിൽ അവർ സംസാരിച്ചു. എങ്കിലും അവർ പോലും മാന്യമായിട്ടാണ് പ്രതികരിച്ച് ഇവിടെ നിന്ന് സന്തോഷത്തോടെ, ജാതി മത വ്യത്യാസമില്ലാതെ, നമുക്കറിയാം 4 മണിക്ക് ആ മക്കൾ മുഴുവനും സന്തോഷത്തോടു കൂടി ഇവിടുന്ന് നമ്മൾ വാഹനങ്ങൾ കയറ്റി പറഞ്ഞു വിട്ടത്. എന്നാൽ അതിൽ നിന്ന് ചില ക്ലിപ്പുകൾ എടുത്ത് ചില ആളുകൾ ബോധപൂർവം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ശക്തമായി കഥയൊന്നും അറിയാതെ, എന്താണ് സത്യമെന്ന് ചോദിക്കാതെ, എന്താണ് നടന്നത് എന്ന് ആരായാതെ ബോധപൂർവം ചില ആളുകൾ അത് പ്രചരിപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ്. സുഹൃത്തുക്കളെ, ഇത് മാന്യമല്ല, നന്മയല്ല, നീതിയല്ല. ഞാനൊരൊറ്റക്കൊരു മുറിയിൽ നിന്നല്ല സംസാരിക്കുന്നത്. ഇന്നലെ ആ മക്കളോടൊപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെലവഴിച്ച, അവർക്ക് അന്നം കൊടുത്ത, അവർക്ക് ഭക്ഷണം കൊടുത്ത, അവരെ എടുത്തു നടന്ന മനുഷ്യരാണ് എൻ്റെ മുന്നിലുള്ള ഈ പുരുഷാരം, ഈ ആണും പെണ്ണും. നമ്മൾ കണ്ടതാണ്. ഇത്രയും ലോകം മുഴുവൻ കോലിളക്കമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു പരിപാടിയെ സംബന്ധിച്ച് തെറ്റായ ധാരണ വരാത്തെന്ന് പറയും. നമ്മൾ കണ്ടവരാണത്. എന്താണ് നടന്നത്, എന്തായിരുന്നു അവസ്ഥ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്നും നമ്മളെല്ലാവരും ഇവിടെ ഒത്തൊരുമിക്കുന്നത്. അല്ലാതെ ഹറാമായ നിഷിദ്ധമായൊരു സംഗതിക്ക് കൂട്ടുനിൽക്കുന്നവരല്ല നമ്മളാരും. തെറ്റായൊരു സംഗതിക്ക് ഒരു പ്രോത്സാഹനവും നൽകുന്ന ആളുകളല്ല നമ്മളാരും. അത് ജീവിതത്തിൽ സഹിക്കാത്തവരാണ്. പ്രത്യേകിച്ച് ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും വിഷയത്തിൽ ഒരു അണുവോളം മനസ്സിൽ കൊണ്ടു നടക്കാത്ത, അല്ലെങ്കിൽ അതിൻ്റെ ഒരംശം പോലും നമ്മളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക എന്നല്ല, ബദാ ബൈനനാ വബൈനകുമുൽ അദാവത വൽ ബഗ്ളാ എന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ നമ്മളിതോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ചില അമുസ്ലിം സുഹൃത്തുക്കൾ ബന്ധപ്പെടുകയുണ്ടായി. പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. ഈ സോഷ്യൽ മീഡിയ വിവാദമുണ്ടാക്കിയവരോട് അധികമൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. പക്ഷേ ഇന്ന് ചില അമുസ്ലിം സുഹൃത്തുക്കൾ അവരെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു ഈ ബുസ്താനുൽ ഉലൂമിൻ്റെ ക്യാമ്പസിലേക്ക്. ഇവിടെ മനോഹരമായ ഒരു ലൈഫ് എക്സിബിഷൻ ഈ നാട്ടിലെ സർവ്വ മനുഷ്യർക്കും തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് ഈ 3 വിഷയങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മളൊരുക്കിയ ഈ ലൈഫ് എന്ന് പറയുന്ന എക്സിബിഷൻ, ആ എക്സിബിഷനിലേക്ക് നമ്മൾ ക്ഷണിച്ച ചില മുസ്ലിം സഹോദരങ്ങൾ അവർ ബന്ധപ്പെട്ടു. ഞങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ ബുസ്താനിലേക്ക് വരും, ഞങ്ങൾ എന്തു മാനദണ്ഡത്തിൽ ഈ ബുസ്താനിലേക്ക് വരും എന്ന് ആ മുസ്ലിം സഹോദരങ്ങൾ ഈ വിവാദങ്ങൾ കണ്ട്, സോഷ്യൽ മീഡിയയിൽ കണ്ട് ഞങ്ങളെ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കൊരു കാര്യം ഈ നാട്ടിലെ നല്ലവരായ അമുസ്ലിം സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുണ്ട്. ആ സൂചിപ്പിക്കാനുള്ളതിൽ ഒന്നാമത്തെ സംഗതി, ബുസ്താനുൽ ഉലൂം എന്ന് പറഞ്ഞാൽ ഇത് നടത്തുന്നത് ഒരു മുസ്ലിം മാനേജ്മെൻ്റ് ആണെങ്കിലും ഇവിടെ ഏതൊരു മുസ്ലിമിനും അവരുടെ ചിഹ്നങ്ങൾ ഉപയോഗിച്ച്, അവർ പൊട്ടുതൊടുന്നവരാണെങ്കിൽ പൊട്ടുതൊട്ടുകൊണ്ട് തന്നെ ഈ ക്യാമ്പസിലേക്ക് കടന്നു വരാം. നിങ്ങളുടേത് കൂടിയാണ് ഈ സ്ഥാപനം. ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള സ്ഥാപനമല്ല, നിങ്ങളുടേത് കൂടിയാണ് ഈ സ്ഥാപനം. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ബുസ്താനുൽ ഉലൂമിൻ്റെ സാരഥികൾക്ക് ഈ നാട്ടിലെ അമുസ്ലിങ്ങളായ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഞങ്ങളുടെ മതവും ഞങ്ങളുടെ രാഷ്ട്രീയവും നിങ്ങളോട് കൂടി പറയാനുള്ളതാണ്. അല്ലാതെ മുസ്ലിങ്ങളെ മാത്രം വിളിച്ചിരുത്തി അരമനയിൽ രഹസ്യമായി പറയാനുള്ളതല്ല ഞങ്ങളുടെ മതം, ഞങ്ങളുടെ രാഷ്ട്രീയവും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സോഷ്യൽ മീഡിയയിൽ ഈ നടക്കുന്ന വിവാദങ്ങൾ കണ്ടുകൊണ്ട്
ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരന് ഇനി ഞങ്ങളെങ്ങനെ ബുസ്താനുൽ ഉലൂമിൻ്റെ ക്യാമ്പസിലേക്ക് വരും എന്നൊരു തെറ്റായ ധാരണ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക. നിങ്ങൾക്ക് കൂടിയുള്ളതാണ് ഈ സ്ഥാപനം. അതിന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇവിടെ അറബി കോളേജുണ്ട്, നല്ല മക്കനെ ഇട്ടുവരുന്ന മക്കൾ പഠിക്കുന്ന അറബി കോളേജുണ്ട് ഇവിടെ. ഭാവിയിൽ ഖുതുബ പറയാനുള്ള മക്കൾ പഠിക്കുന്ന അറബി കോളേജുണ്ട് ഇവിടെ. അതിൻ്റെ പ്രിൻസിപ്പൽ അരുണാദേവിയാണ്. അതിൻ്റെ പ്രിൻസിപ്പൽ അമുസ്ലിമത്തായ ഒരു സ്ത്രീയാണ്. മുസ്ലിമത്തല്ല, അമുസ്ലിമായ ഒരു സ്ത്രീയാണ്. അരുണാദേവിയാണ് ഇവിടുത്തെ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ. ഇവിടെയുള്ള ഓരോ സ്ഥാപനത്തിലും നിങ്ങൾ കയറി നോക്കൂ, നിരവധി അമുസ്ലിങ്ങളായ അധ്യാപകരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ തൊഴിലെടുക്കുന്ന നിരവധി അമുസ്ലിം സഹോദരങ്ങളെ കാണാൻ കഴിയും. അവർ പൊട്ടുതൊട്ട് വരുന്ന ആളുകളുണ്ട്. ഇന്നുവരെ ബുസ്താന്റെ ക്യാമ്പസിൽ 10 കൊല്ലമായി ഇവിടെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇന്നുവരെ ബുസ്താനുൽ ഉലൂമിൻ്റെ ക്യാമ്പസിൽ അവർ വന്നിട്ട് അവരുടെ മതത്തെയോ അതല്ലെങ്കിൽ അവരുടെ വിശ്വാസാചാരങ്ങളെയോ ഒരിക്കൽ പോലും ചോദ്യം ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, അവർക്കറിയാം ബുസ്താനുൽ ഉലൂം എന്താണെന്ന്. അതുകൊണ്ട് ബുസ്താനുൽ ഉലൂമിലെ അച്ചടക്കം ഇവിടെയുള്ള ഞങ്ങളെക്കാൾ പാലിക്കുന്നത് ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളാണ്. ഞങ്ങളെക്കാൾ ഈ ബുസ്താനുൽ ഉലൂമിൻ്റെ അച്ചടക്കം ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ദീനീ വിരുദ്ധമായത് പ്രവർത്തിക്കുന്നത് കണ്ടാൽ, ജമാഅത്തിന് പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് കണ്ടാൽ, അവിടെ പോലും ഇടപെട്ട് സംസാരിക്കുന്നത് ഇവിടുത്തെ അമുസ്ലിം ഉദ്യോഗസ്ഥരാണ്. അമുസ്ലിം ഉദ്യോഗസ്ഥരാണ്, മുസ്ലിങ്ങളല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അമുസ്ലിം സഹോദരങ്ങളെ, നിങ്ങളോട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം പറയാനുണ്ട്, ഞങ്ങളുടെ രാഷ്ട്രീയം പറയാനുണ്ട്. ഇതൊന്നും രഹസ്യമായി പറയാൻ ഉള്ളതല്ല. മാത്രമല്ല, നിങ്ങൾക്ക് ഒരിക്കലും ഈ സ്ഥാപനം അന്യമാണ് എന്ന് നിങ്ങൾ കരുതരുത്. ഈ സ്ഥാപനം അന്യമാണ് നിങ്ങളത് കരുതരുത്, ഒരിക്കലും കരുതരുത്. ചിലപ്പോൾ ഞങ്ങൾക്ക് ചില ചിട്ടവട്ടങ്ങളുണ്ട്. ഞങ്ങൾ മുസ്ലിങ്ങളാണ്. ഞങ്ങൾക്ക് മദ്യപിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, കുഫ്ർ ചെയ്യാൻ പാടില്ല, ശിർക്ക് ചെയ്യാൻ പാടില്ല, ബഹുദൈവാരാധന പാടില്ല. അത്തരം സംഗതികളൊന്നും മുസ്ലിങ്ങളായതുകൊണ്ട് ഞങ്ങളിൽ കാണാൻ പാടില്ല. അതുകൊണ്ട് അത്തരം ഏതെങ്കിലും ഒരു സംഗതി ഈ ബുസ്താനുൽ ഉലൂമിൻ്റെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിൽ, ഒരു കോണിൽ അതിൻ്റെ ഒരു അടയാളം കണ്ടാൽ, ഒരു ചിത്രം കണ്ടാൽ, സ്വാഭാവികമായും ഞങ്ങളെ വിമർശിക്കുന്നവരുണ്ടാകും. ഞങ്ങളതിൽ നിന്ന് മാറി നിൽക്കും. ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. മദ്യപിക്കുന്നൊരു സംഘം വന്നാൽ, അവർ ബുസ്താനുൽ ഉലൂമിൽ വന്ന് മദ്യപിച്ചാൽ ഞങ്ങളതിനോട് സഹകരിച്ചു കൊടുക്കില്ല. കാര്യം അത് ഞങ്ങളുടെ വിശ്വാസമാണ്. മാത്രമല്ല, ആ രംഗത്ത് നിന്ന് ഞങ്ങൾ മാറി നിൽക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മാനവ മൈത്രി ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. നമുക്കറിയാം, മണപ്പാടൻ്റെ ചരിത്രമറിയാം, ഈ നാടിൻ്റെ ചരിത്രമറിയാം. ഞങ്ങൾ മാനവ മൈത്രി കാത്തു സൂക്ഷിക്കുന്നവരാണ്. എന്നാൽ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾക്ക് കണിശതയുണ്ട്. അതുകൊണ്ട് തന്നെ ബുസ്താനുൽ ഉലൂമിൻ്റെ നീക്കുപോക്കിൽ ചെറിയൊരു വീഴ്ച പോലും സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന അനവധി മനുഷ്യരുണ്ട്. ബുസ്താനുൽ ഉലൂമിൻ്റെ ഒരു മൈക്രോ പോയിന്റിൽ പോലും ദീനീ വിരുദ്ധമായത് സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന 100 കണക്കിന് മനുഷ്യരുണ്ട്. അവർ ഞങ്ങളെ തിരുത്തും. അത് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയും. ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അത് കണ്ടിട്ട് പ്രിയപ്പെട്ട അമുസ്ലിം സഹോദരങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അത് ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ പറയുന്ന വർത്തമാനമാണ്. ഇവിടെ കഴിഞ്ഞ ദിവസവും ഈ തൊട്ടടുത്ത്, നമ്മുടെ ഈ തൊട്ടടുത്ത പ്രദേശത്ത് അവിടെ ഒരു കട നടത്തുന്ന ഒരു സഹോദരൻ, ഒരു ആര്യവൈദ്യശാല നടത്തുന്ന സഹോദരൻ, അദ്ദേഹത്തോട് തുറന്നു സംസാരിച്ചു. അദ്ദേഹം ചോദിച്ചു, ഞങ്ങൾ എങ്ങനെയാണ് കയറി വരുന്നത്? പള്ളിയുള്ള ആ ഇടത്തിലേക്ക് നിങ്ങൾക്ക് ധൈര്യത്തെ വരാം, ഇവിടെ വന്നിരിക്കാം, ഞങ്ങളുടെ കൂടെ ഇരിക്കാം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം, സംസാരിക്കാം. എന്നാൽ വിശ്വാസപരമായ കാര്യങ്ങൾ, ആചാരപരമായ കാര്യങ്ങൾ അത് സ്വാഭാവികമാണല്ലോ. ഓരോരുത്തർക്കും അവരുടെ വിശ്വാസവും ആചാരവും ഉണ്ട്. ഇനി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ബാധ്യതയേറുകയാണ്. കണ്ണുകൾ നമ്മുടെ ചുറ്റുമുണ്ടാകാം. അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും നമ്മുടെ ചുറ്റുമുണ്ടാകാം. ഒറ്റ ദിവസം ഈ നാട്ടിലെ ഓരോ വീടുകളിലും ഈ തൗഹീദിൻ്റെ സന്ദേശം എത്തിക്കണം, നമ്മുടെ ബാധ്യത എത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്ന ഒരുപാട് മനുഷ്യരിവിടെയുണ്ട്. ഞായറാഴ്ച ദിവസം 2600-ലധികം വീടുകൾ കേവലം 4 മണിക്കൂർ കൊണ്ട് ഈ കയ്പമംഗലത്തുള്ള സലഫികളായ മുജാഹിദുകളായ ആളുകൾ ഓരോ വീടുകളിലും 2600-ലധികം വീടുകൾ കേവലം 4 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച കയറിയിറങ്ങി. ഓരോ വീട്ടിലും നമ്മൾ അവർക്ക് ആവശ്യമായ ദീനീ ഗ്രന്ഥങ്ങൾ 5 നയാ പൈസ വാങ്ങാതെ ഈ 2600-ലധികം വീടുകളിലും നമ്മൾ എത്തിച്ചു. അതാരും പ്രചരിപ്പിച്ചില്ല, ആരും പ്രചരിപ്പിക്കേണ്ടതുമില്ല, അതാരും കണ്ടിട്ടില്ല. മാത്രമല്ല, നമുക്കറിയാം ഇവിടെ മഹത്തായ ഒരു എക്സിബിഷൻ, തൗഹീദും റിസാലത്തും ആഖിറത്തും
വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു എക്സിബിഷൻ നമ്മൾ ഒരുക്കി വെച്ചു. പക്ഷേ നമുക്കെതിരെ കുപ്രചരണം നടത്തുന്ന ആളുകൾ ആരും അത് പ്രചരിപ്പിക്കാൻ നിന്നില്ല. വന്ന ആളുകൾ തൗഹീദ് പഠിക്കട്ടെ, സുന്നത്ത് പഠിക്കട്ടെ, അവിടെ ആളുകൾ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മാക്സിമം ആളുകളെ എത്തിക്കണമെന്ന് ആരും ചിന്തിച്ചില്ല, ആലോചിച്ചില്ല. അങ്ങനെ നൂറായിരം നന്മകൾ നമ്മൾ ഈ ക്യാമ്പസിൻ്റെ ഉള്ളിൽ ഇതിനകം പ്രവർത്തിച്ചു. പക്ഷേ അതാരും പ്രചരിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഇവരാരും അതിൻ്റെ പ്രചാരകരാകാനോ നിന്നില്ല. നേരെ മറിച്ച് ചില മിനിറ്റുകളിൽ നമുക്കറിയാം അവരോട് അങ്ങനെ സംസാരിക്കുക അല്ലെങ്കിൽ അവരെക്കുറിച്ച് അങ്ങനെ നമ്മൾ പറയും എന്ന് പോലും അറിയില്ല. കാരണം നമ്മൾ കണ്ടതാണ്, ഭിന്നശേഷിക്കാരാണ്. ചില ആളുകൾ അതിലെ ചില ഫോട്ടോകൾ എടുത്തിട്ട് ഇവരെങ്ങനെ ഭിന്നശേഷിക്കാരാകുന്നത് എന്ന് പോലും അതിൻ്റെ ചുവട്ടിൽ കമൻ്റ് എഴുതി മോശമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അത്തരം ആളുകളോട് മാന്യമായെന്ന് പറയട്ടെ, ആ വിറ്റ്നസ്, നിങ്ങൾ ആ ഫോട്ടോ ഇടുന്നൊരു സഹോദരിയുണ്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ട്, അവർക്ക് നിങ്ങളെക്കാളും റബ്ബിൻ്റെ അടുക്കൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി ഉണ്ടാകും. കാര്യം അവർക്ക് റബ്ബിൻ്റെ മുന്നിൽ വിചാരണയില്ല, അള്ളാഹുവിൻ്റെ മുന്നിൽ അവർക്ക് ചോദ്യമില്ല. അത്തരം പാവങ്ങളായ നമ്മുടെ മക്കളാണ്. ആ മക്കളാണ് ആ നിന്ന് കാണിച്ചത്. അത് പ്രചരിപ്പിച്ചതിൻ്റെ ചുവട്ടിൽ വന്ന് മോശമായി കമൻ്റ് ഇടുന്ന ആളുകൾ മനസ്സിലാക്കണം, നിങ്ങൾ വിരൽ ചൂണ്ടുന്നൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഒരു പക്ഷേ ഇത് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ബോധത്തിൽ ചെയ്യുന്നത് പോലും ആവില്ല. ഒരുപക്ഷെ അവരുടെ അധ്യാപകൻ പറയുന്നതോ അല്ലെങ്കിൽ കൊണ്ടുവന്ന ആൾ പറയുന്നതോ അനുസരിച്ചിട്ട് ആ കുട്ടി കാണിക്കുന്നു. എന്താണ് കാണിക്കുന്നത് എന്ന് പോലും ചിലപ്പോൾ ആ കുഞ്ഞിന് അറിഞ്ഞോണമെന്നില്ല. അതിൻ്റെ ചുവട്ടിൽ മോശമായി കമൻ്റ് എഴുതുന്ന മനുഷ്യരെ നിങ്ങളോട് ഞങ്ങൾ എന്തു പറയും, എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് വളരെ ലളിതമായി ചോദിക്കുകയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് ഒരു ബാധ്യതയുണ്ട്. ഈ വന്ന മനുഷ്യരടക്കമുള്ളവർക്ക് തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും സന്ദേശം കൈമാറേണ്ട ഒരു ബാധ്യതയുണ്ട്. ഞാൻ വേറെ കുറച്ച് സ്വാലിഹ്യങ്ങളായ മനുഷ്യരോട് കൂടി ചിലത് പറയാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചില ആളുകൾ നസീഹത്തോടെ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ ചോദിച്ചു, ആ ബാനർ മാറ്റിക്കൂടായിരുന്നോ? അതല്ലേ പ്രശ്നമായത്. ബുസ്താനുൽ ഉലൂമിൻ്റെ ബാനർ മാറ്റിക്കൂടായിരുന്നോ എന്ന് ചില ആളുകൾ ചോദിച്ചു. വേറെ പന്തലിൽ ഈ രൂപത്തിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വേറെ പന്തലിൽ ആക്കിക്കൂടായിരുന്നോ എന്ന് ചില ആളുകൾ ചോദിക്കാൻ. ആ സമയത്ത് ലൈവ് കട്ട് ചെയ്തുകൂടായിരുന്നോ? ആരും അറിയില്ലായിരുന്നല്ലോ എന്ന് ചില ആളുകൾ ചോദിക്കുകയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ ലൈവ് കട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ചിന്തിക്കണമെങ്കിൽ, ഈ ബാനർ ഇവിടുന്ന് മാറ്റിയിട്ട് ആ പരിപാടി നടത്തണം എന്ന് ഞങ്ങൾ ചിന്തിക്കണമെങ്കിൽ, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് ഇത് മാറ്റണമെന്ന് ഞങ്ങൾ ചിന്തിക്കണമെങ്കിൽ, ഇങ്ങനൊരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കണ്ടേ? മറ്റുള്ളവർ കാണാൻ പാടില്ലാത്ത എന്തോ നടത്താൻ നമ്മൾ തീരുമാനിക്കണ്ടേ? അങ്ങനെ വരുമ്പോഴല്ലേ നമ്മൾ ഒളിച്ചു നടത്തേണ്ടത്. അങ്ങനൊരു തീരുമാനമില്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ ആലോചിക്കുന്നില്ല. ആ പാവപ്പെട്ട മക്കൾ, അവർക്ക് നമ്മൾ കൂട്ടുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക നമ്മുടെ ബാധ്യത. അതിലും ചില നസീഹത്തുള്ള ചില ആളുകൾ നമ്മളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇന്നലെ അവരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളോട് ചോദിക്കുമായിരുന്നില്ല. അവർ ചോദിച്ചത്, ഈ കരുണാഭവൻ പോലെയുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ? വളരെ സിമ്പിളായി ചോദിക്കുകയാണ്. നിങ്ങൾ എന്തിനാ ഇത്രയും റിസ്ക് എടുക്കുന്നത്? ഈ കരുണാഭവൻ പോലെയുള്ള പദ്ധതികളൊക്കെ ഒഴിവാക്കി സ്വസ്ഥമായി നിങ്ങൾക്ക് പോയിക്കൂടെ എന്ന്. വളരെ സിമ്പിളാണ്. അതിന് മറുപടി വളരെ കൃത്യമാണ് സഹോദരങ്ങളെ. നിങ്ങൾ അപ്പുറത്തൊരു സ്ഥാപനമുണ്ട്. ഇപ്പോൾ എക്സിബിഷൻ നടക്കുന്നതിൻ്റെ എൻഡിൽ നിങ്ങൾ പോയി നോക്കിയാൽ കണ്ണു കാണാത്ത മനുഷ്യരെ കാണാം, കണ്ണു കാണാത്ത മനുഷ്യരെ കാണാം. അവരിവിടെ വന്നത് എക്സിബിഷൻ തുടങ്ങിയതിന് ശേഷമല്ല, അതിനു മുമ്പേ അവരിവിടെ എത്തി. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദഅവത്താണ്. നമുക്ക് കണ്ണുള്ളവരാണ്, കാണാൻ നമുക്ക് കണ്ണ് കണ്ട് നടന്നു വന്നവരാണ്. നമ്മൾ ആ ഡാർക്ക് റൂമിൽ കയറിയപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് അറിഞ്ഞു നമ്മുടെ കണ്ണ് കാണാതെ പോകുന്ന അവസ്ഥ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ കണ്ണു കാണാത്ത മനുഷ്യർ അവിടെ ഇരുന്ന് ദഅവത്ത് നടത്തുകയാണ്. എങ്ങനെ അവർ ദഅവത്ത് നടത്തുക എന്ന രൂപത്തിലേക്ക് ഉയർന്നതെന്നറിയോ? നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ്റെ കീഴിൽ റിവാർഡ് എന്ന് പറയുന്നൊരു സംവിധാനം രൂപപ്പെടുത്തി വ്യത്യസ്തരായ ആളുകൾ, ഇത്തരം ആളുകൾ ഒരുമിച്ച് കൂട്ടി അങ്ങനെ പ്രവർത്തിച്ച് അവരിന്ന് ദീനീ ദഅവത്ത് നടത്തുന്ന മനുഷ്യരായി മാറി. ഇന്ന് കണ്ണു കാണാത്ത ആളുകൾക്കിടയിൽ നമുക്കറിയാം, ചെവി കേൾക്കാത്ത ഒരാളോട് എങ്ങനെ പ്രസംഗിച്ചു കൊടുക്കും നമ്മൾ? ഒരാൾക്ക് ചെവി കേൾക്കുന്നില്ല, അയാൾക്ക് എങ്ങനെ തൗഹീദ് പറഞ്ഞു കൊടുക്കും നമ്മൾ? അപ്പോൾ ആ ഭാഷ അറിയുന്നവരുണ്ടാകണം, അവിടെ ദഅവത്ത് നടത്തുന്ന ആളുകളുണ്ടാകണം. ഈ രൂപത്തിൽ പിന്നെ കണ്ണു കാണാത്ത മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും കാത് കേൾക്കാത്ത മനുഷ്യർക്കും ഒക്കെ ദഅവത്ത് എത്തിച്ചു കൊടുക്കുന്ന റിവാർഡ് എന്ന് പറയുന്ന സംവിധാനം രൂപപ്പെട്ടത്, ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ രൂപപ്പെടുത്തി എങ്ങനെയെന്നറിയോ? ഇത്തരം ആളുകളെ ഒരുമിച്ച് കൂട്ടി അവർക്ക് ദഅവത്ത് നടത്തി, അവരുടെ ഭാഷയിൽ അവരോട് സംസാരിച്ചു, അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചു. അങ്ങനെ വന്ന മാറ്റമാണ്. അതുകൊണ്ട്
ഈ രൂപത്തിൽ നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്കും ദഅവത്ത് എത്തിക്കേണ്ട. നേരെ മറിച്ച് നമ്മൾ ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള ആളുകൾക്ക് ദഅവത്ത് പ്രസംഗം വരിക, കേൾക്കുക, പോവുക, പഠിക്കുക, ക്ലാസ്സിൽ ചെല്ലുക, അവർക്ക് മാത്രമാണ് ദഅവത്ത്. തെറ്റിദ്ധരിക്കരുത്. നേരെ മറിച്ച് ഇവിടെ ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായും അതുപോലെ സാമൂഹികമായും ബുദ്ധിപരമായും അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ മനസ്സിലാക്കിയതുപോലെ ഖുർആനിൽ 16 ആയത്തുകൾ അബസ വതവല്ല അൻജഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക എന്ന് തുടങ്ങി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി അബസ അദ്ദേഹം മുഖം ചുളിച്ചു, വതവല്ല തിരിഞ്ഞു കളഞ്ഞു, അൻജഅഹുൽ അഅമ അദ്ദേഹത്തിന്റെ അടുക്കൽ അന്ധൻ വന്നപ്പോൾ. എന്നാൽ അദ്ദേഹം തിരിഞ്ഞിരിക്കുന്ന ആളുകൾ നാട്ടുപ്രമാണിമാരുടെ നേരെയും നാട്ടുമൂപ്പന്മാരുടെ നേരെയുമാണല്ലോ അദ്ദേഹം തിരിഞ്ഞിരുന്ന് വലിയ ദഅവത്ത് നടത്തുന്നത്. അവർ നന്നായില്ലെങ്കിൽ നിനക്കെന്താണ് പ്രവാചകരെ, അവർ നന്നായിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെന്താണ് പ്രവാചകരെ എന്ന് അല്ലാഹു റസൂലുള്ളാഹിയോട് ചോദിച്ച സംഭവം നമ്മൾ പഠിച്ചതാണ്. എന്നിട്ട് കണ്ണ് കാണാത്ത ആളുകൾ, ആ നാട്ടുമൂപ്പന്മാരവിടെ ഇരുന്നപ്പോ അള്ളാഹു കണ്ണു കാണാത്ത ആളെ കുറിച്ചാ പറഞ്ഞത്, വഹുവ യഖ്ശാ, താങ്കളുടെ മുന്നിലിരിക്കുന്നവരെക്കാളും അള്ളാനെ പേടിക്കുന്ന ആള് കണ്ണ് കാണാത്ത ആളാകട്ടോ. കണ്ണ് കാണുന്നവനെക്കാളും അള്ളാനെ പേടിച്ചു വന്നത് കണ്ണ് കാണാത്ത ആളാണ് കേട്ടോ എന്ന് പഠിപ്പിച്ച ഖുർആനിന്റെ അനുയായികൾ. നമ്മൾ ചോദിക്കരുത് ഒരിക്കലും. അത് ഒരു പക്ഷേ അമുസ്ലിങ്ങൾ ഉണ്ടാകാം, പല വിശ്വാസക്കാരുണ്ട്, പല നിലപാടുള്ള ആളുകളുണ്ട്. നമുക്കതൊന്നും പ്രശ്നമല്ല. അവരെ പരിചരിക്കുന്നതിൽ, അവർക്ക് അന്നം വാരി കൊടുക്കുന്നതിൽ, അവർ വിസർജിച്ചത് കൈകൊണ്ട് കഴുകി കൊടുക്കുന്നതിൽ. നമുക്കറിയാം, കരുണാഭവന്റെ സ്കൂളിൽ വന്ന ആളുകൾക്കറിയാം, പലപ്പോഴും ക്ലാസ്സിലിരുന്ന് അവർ വോമിറ്റ് ചെയ്യും, ഛർദിക്കും. കാരണം വെച്ചാൽ അവർക്ക് നമ്മുടെ ദഹന പ്രക്രിയയല്ല, നമ്മുടെ ഭക്ഷണക്രമമല്ല. അവർ ക്ലാസ്സിലിരുന്ന് ഛർദിച്ചാൽ അവരുടെ ഛർദിൽ നമ്മൾ തന്നെ കോരി മാറ്റിക്കൊടുക്കും. നമുക്കതിലൊന്നും ഒരു പ്രശ്നമില്ല, ഒരു ബേജാറുമില്ല. അതവൻ്റെ മതം നോക്കി ചെയ്യുന്ന ഏർപ്പാടല്ല, ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ നോക്കി ചെയ്യുന്ന ഏർപ്പാടല്ല. ഒരു പക്ഷേ ആ ഛർദിച്ചവൻ അല്ലെങ്കിൽ ക്ലാസ്സിൽ വിസർജിച്ചവൻ പൊട്ടും തൊട്ടിരിക്കുന്ന അമുസ്ലിമായിരിക്കും. പക്ഷേ അവനെ സഹായിക്കാൻ നമുക്ക് മടിയില്ല കേട്ടോ. അവിടെ ഒരു തരത്തിലും നമ്മൾ ഒരു വിഷമവും കാണേണ്ടതില്ല. അതുകൊണ്ട് കരുണാഭവൻ പോലെയുള്ള ഇത്തരം പദ്ധതികൾ നിങ്ങൾ മാറ്റിവെച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ആളുകൾ ചിലപ്പോൾ നമുക്കൊരു കേടും സംഭവിക്കണ്ട എന്ന് വിചാരിച്ചായിരിക്കാം ചോദിക്കുന്നത്. അവരുടെ ഉദ്ദേശശുദ്ധി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ബാധ്യതയാണ്. അതെല്ലാവരോടും നമ്മൾ നിർവഹിക്കും. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ സമ്മേളനം പോലും, ഈ സമ്മേളനം 8 ദിവസം പ്രഖ്യാപിച്ചപ്പോൾ പോലും ഒന്നാമതായി നമ്മൾ പറഞ്ഞത് ഇത് കരുണാഭവന് വേണ്ടിയുള്ള സമ്മേളനമാണ്. അതുകൊണ്ട് നമ്മളൊരു പ്രൊജക്റ്റും ആ ദിവസം ഇന്നലെ നമ്മൾ പ്രഖ്യാപിച്ചു. ഇവിടെ കരുണാഭവൻ എന്നുള്ളത് ഇപ്പോൾ താൽക്കാലികമായ ഒരു സംവിധാനത്തിൽ മാത്രം നടന്നു പോകുന്നതാണെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം വിപുലമായൊരു ക്യാമ്പസ് നമ്മളിവിടെ ഒരുക്കി കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചു ഇന്നലെ രാവിലെ. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അവർക്ക് വേണ്ടത്, തെറാപ്പി സേവനം അവർക്ക് വേണ്ടത്, സ്പെഷ്യൽ സ്കൂൾ അവർക്ക് വേണ്ടത്. 18 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയോ, കരുണാഭവൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ 4ാമത്തെ വയസ്സിൽ വന്ന് ചേർന്നിട്ട് 18ാമത്തെ വയസ്സായാലും ആ കുട്ടിയെ പറഞ്ഞു വിടാൻ പറ്റില്ല. 18 വയസ്സുള്ള വലിയ പ്രായമുള്ള ആള് ക്ലാസ്സിൽ കുട്ടിയായി വന്നിരിക്കും. കാര്യം അവരുടെ ശരീരമേ വളർന്നിട്ടുള്ളൂ, മനസ്സ് വളർന്നിട്ടില്ല. ഇതുപോലെ അനവധി കുട്ടികളുണ്ട്. അവരുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് അതറിയാം. അവർക്ക് വേണ്ട ഈ 18 വയസ്സ് കഴിഞ്ഞാലും അവരുടേതായൊരു തൊഴിലിടം, ഒരു വരുമാനം വാങ്ങിക്കൊടുക്കാൻ ആവശ്യമായ പരിശീലനം, അതിനുവേണ്ട ഒരു സംവിധാനം മാത്രമല്ല, സ്പെഷ്യൽ സ്കൂൾ, ഏർലി ഇന്റർവെൻഷൻ സെന്റർ, വെക്കേഷണൽ റിഹാബിലിറ്റേഷൻ സെന്റർ, റെസിഡൻഷ്യൽ സെന്റർ, ഡയാലിസിസ് സെന്റർ, ന്യൂറോ റിഹാബിലിറ്റേഷൻ സെന്റർ എന്ന് തുടങ്ങി ഏതാണ്ട് 14ഓളം പ്രൊജക്റ്റുകൾ ഇൻഷാ അല്ലാഹ് കരുണയുടെ ഭാഗമായി ഈ തരത്തിലുള്ള മക്കൾക്ക് വേണ്ടി നമ്മുടെ ക്യാമ്പസിൽ അള്ളാഹു അനുഗ്രഹിക്കുമെങ്കിൽ ഈ 3 കൊല്ലത്തിനുള്ളിൽ നമ്മൾ ഒരുക്കിയിരിക്കും. അത് ആരെതിർത്താലും ശരി, ആര് തള്ളി പറഞ്ഞാലും ശരി, 14ഓളം വരുന്ന സംവിധാനങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി. അന്ന് നമ്മുടെ മക്കളെക്കാൾ നമ്മൾ സ്നേഹത്തോടെ അവരെ പരിചരിക്കും. അത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അവരെ തൊട്ടനുഭവിച്ചവരാണ്. ഇവിടെ ഒരുപാട് ഉമ്മമാരുണ്ട് ഇന്നലെ കരഞ്ഞ ആളുകൾ, ആ മക്കളെ കണ്ട് കരഞ്ഞ ആളുകൾ. കാരണം അവർ അത്രത്തോളം സെൻസിറ്റീവാണ്. IMBയുടെ മക്കളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഇന്നലെ അവർ സജീവമായിരുന്നു ഇവിടെ. അഥവാ ഈ മക്കൾ കഴിച്ച് താഴെ വീഴുന്ന എച്ചില് പെറുക്കാൻ വന്നവരാണ് IMBയുടെ മക്കൾ. അവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവർ കഴിച്ച് താഴെ വീഴുന്ന എച്ചില് വാരാൻ വന്ന മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ വൃത്തിയാക്കാൻ വന്ന മക്കളെ കണ്ടിട്ടുണ്ടാവും. അവർ പരസ്പരം സംസാരിക്കുമ്പോൾ അവർ സ്വീകരിച്ചൊരു ശൈലി, അതുപോലും തെറ്റിദ്ധരിച്ച് കരഞ്ഞൊരു ഉമ്മയെ നമ്മളിവിടെ കണ്ടു ഇന്നലെ. മനസ്സിലാക്കണം, ഒരു ഉമ്മയെ നമ്മൾ കണ്ട്. കാര്യം അത്രത്തോളം സെൻസിറ്റീവാണ്. ഇങ്ങനെ ഒരു കുഞ്ഞുള്ള വീട്ടിലെ വാപ്പയും ഉമ്മയും
അവർ അനുഭവിക്കുന്ന മനോദുഃഖം എത്രയാണ് എന്ന് പോലും തിരിച്ചറിയാത്ത മനുഷ്യരുണ്ട്. അതുകൊണ്ട് തന്നെ നസീഹത്തോടെ ഇന്നലെ എന്താണ് ബുസ്താനിൽ നടന്നത് എന്ന് കാര്യമന്വേഷിച്ച മനുഷ്യരുണ്ട്. അള്ളാഹുവിനെ അനുഗ്രഹിക്കട്ടെ. കാര്യം അവരെന്താ നടന്നത് എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം തേടാൻ വേണ്ടിയിട്ട് അവർ കാത്തിരുന്നല്ലോ. അതുകൊണ്ട് നസീഹത്തോടെ കാര്യമന്വേഷിച്ചവർക്ക് അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ. എന്നാൽ ബുസ്താനിൻ്റെ ഒരു ബാനറും കിട്ടി, അനസ് മൗലവിയുടെ പേരും കിട്ടി, കൂടെ വെക്കാനൊരു പടവും കിട്ടി. അങ്ങനെ സന്തോഷിച്ച മനുഷ്യരുണ്ട്, സന്തോഷിച്ച ആളുകളുണ്ട്. നിങ്ങൾ അതിൽ സന്തോഷിച്ചു കൊള്ളുക. ആ മക്കളുടെ ചിത്രം മാറ്റി എൻ്റെ പടമോ അല്ലെങ്കിൽ വേറൊരു പടമോ വെച്ച് നിങ്ങൾ ആഘോഷിച്ചു കൊള്ളുക. അതിൽ ഒരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നേരെ മറിച്ച് അത് ആഘോഷിക്കാനും അതുപോലെ തന്നെ അതിനാക്ഷേപിക്കാനും ഇറങ്ങിയ ആളുകൾ, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ, അവർക്ക് സർവ്വവിധ മംഗളാശംസകളും നമ്മൾ നേരുകയാണ്. ഒരു വിഷയമില്ല. പക്ഷേ ഒരു ദ്രോഹം കൂടി ചെയ്തത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതൊന്നും അന്വേഷിക്കാതെ നമുക്കറിയാം, നാളത്തെ ഹദീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന അബ്ദുൽ വക്കീൽ മദനി നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. അബ്ദുൽ വക്കീൽ മദനി ഹറമിൽ വെച്ചുകൊണ്ട്, പരിശുദ്ധമായ ഹറമിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് ഞാൻ പറഞ്ഞൊരു വാചകമാണ്, നിങ്ങൾ കേരളത്തിൽ വരണം. കാരണം കഴിഞ്ഞ ഹജ്ജിൻ്റെ വേളയിൽ സൗദി ഗവൺമെൻറ് അതിഥിയായി പോയ ആളുകളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു, അബ്ദുൽ വക്കീൽ മദനിയും ഉണ്ടായിരുന്നു. അദ്ദേഹം കുല്ലിയ ഹദീസിൻ്റെ നേതാവാണ്, ബഹുമാന്യനായ പണ്ഡിതനാണ്. അദ്ദേഹത്തെ ഈ നാട്ടിൽ കൊണ്ടുവരണം, നമ്മുടെ ക്യാമ്പസിൽ കൊണ്ടുവരണമെന്നത് ഒരു ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ട്രെയിൻ ബുക്ക് ചെയ്തു കൊടുത്തിരുന്നു. അദ്ദേഹം ഇതുവരെ കേരളത്തിൽ വന്നിട്ടില്ല. ആ ഹദീസ് പണ്ഡിതൻ്റെ നിരവധി ശിഷ്യന്മാർ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ വരണം, ഹദീസ് സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യണമെന്ന് നമ്മുടെ ആഗ്രഹമായിരുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രിയപ്പെട്ട ചില സഹോദരങ്ങൾ ചെയ്തത് ബുസ്താനുലൂമിലെ ക്യാമ്പസിൽ നിന്ന് എടുത്ത ചില പടങ്ങൾ അബ്ദുൽ വക്കീൽ മദനിക്ക് അയച്ചു കൊടുത്തിട്ട്, ഇതാ നിങ്ങൾ പോകുന്ന സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടികളാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഓഫീസ് നമ്മളുമായി ബന്ധപ്പെട്ടു, നമ്മൾ കാര്യം പറഞ്ഞു കൊടുത്തു. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരാൾ മറ്റൊരു നാട്ടിൽ നിന്ന് ഈ നാട്ടിലേക്ക് വരുന്ന ഒരാൾ അദ്ദേഹത്തെ മുടക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഏർപ്പാടാണ് സഹോദരങ്ങളെ. അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകളോട് പറയാൻ ഒരേ ഒരു വാചകമേയുള്ളൂ, നുഫവ്വിളു ഉമൂറനാ ഇലല്ലാഹ്, നുഫവ്വിളു ഉമൂറനാ ഇലല്ലാഹ്, നുഫവ്വിളു ഉമൂറനാ ഇലല്ലാഹ്, ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. അതിനപ്പുറം ഒരു വാചകവും അവരോട് ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങളുടെ ഈ ബുസ്താനുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്ന ഓരോ കാര്യങ്ങളും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, നുഫവ്വിളു ഉമൂറനാ ഇലല്ലാഹ്, ഞങ്ങളുടെ രഹസ്യവും പരസ്യവും, ഞങ്ങളുടെ മീറ്റിങ്ങും ഞങ്ങളുടെ കൂടിയാലോചനകളും, ഞങ്ങൾ പരസ്യമായി പറഞ്ഞതും ഞങ്ങൾ രഹസ്യമായി പറഞ്ഞതും ഞങ്ങൾ ഇടപെട്ടതും, നുഫവ്വിളു ഉമൂറനാ ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, ഇടനെഞ്ചിൽ തുടിക്കുന്ന ശബ്ദം പോലും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, കണ്ണുകൊണ്ടുള്ള കട്ടുനോട്ടം പോലും അറിയുന്ന റബ്ബുൽ ആലമീനിലേക്ക് ഈ കാര്യം ഞങ്ങൾ വിടുകയാണ്. ആഖിറത്തിൽ നമുക്ക് കാണാം, പരലോകത്ത് നമുക്ക് കാണാം, പടച്ചവന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് നമുക്ക് കാണാം എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ നിമിഷവും, ഇത് തുടങ്ങിയതു മുതൽ ഓരോ ദിവസവും ഇവിടെ ഓടിക്കൂടുന്ന സഹോദരങ്ങളുണ്ട്. ഈ നാട്ടിൽ നിന്ന് പല വിധത്തിലുള്ള ആളുകൾ ഇവിടെ ഓടിക്കൂടുന്നുണ്ട്, സജീവമാണ്. നമ്മുടെ എക്സിബിഷൻ സെൻറ്ററിൽ നിറയെ ആളുകളുണ്ട്, അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സദസ്സിൽ ആളുകൾ ഓരോ സമയവും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിനെയും ഈ സ്ഥാപനത്തെയും ഈ നാട്ടിലുള്ള മനുഷ്യരെയും അവൻ്റെ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ വിമർശിക്കുന്നവരുണ്ടാകാം, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൽബുദ്ധി പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.